തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി സൂക്ഷ്മ പരിശോധനയ്ക്കായി ചോദ്യാവലിയുമായി CPIM 22 ചോദ്യങ്ങളിൽ ഏരിയ നേതൃത്വത്തോട് ഉത്തരം തേടി സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചയും പരിശോധിക്കും. ശ്രീത് വിവരങ്ങൾ ചെയ്തു. ശ്രീത്ത്, അതിലെ ഒരു 13ാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ ദൗർബല്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ തോറ്റില്ലെന്നും അടിസ്ഥാന തലത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ലെന്നും ഏതെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ പോയിട്ടില്ലെന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോഴും എന്തൊക്കെയോ ദൗർബല്യങ്ങളുണ്ട് എന്ന് ഇന്റേണലി CPM തിരിച്ചറിയുന്നുണ്ട്. ശ്രീജിത്ത്, ഹാഷ്മി, ജനങ്ങൾക്ക് മുമ്പിൽ തോറ്റിട്ടില്ല, ഭരണവിരുദ്ധ വികാരമില്ല, ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണമില്ല, ശബരിമല സ്വർണ്ണക്കൊള്ള ഏശിയിട്ടില്ല തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുമ്പോഴും തോൽവിക്ക് നിദാനമായ കാരണങ്ങളെപ്പറ്റി സൂക്ഷ്മ പരിശോധന നടത്താൻ CPM നിർബന്ധിതമാവുകയാണ്. ആ നിർബന്ധിത സാഹചര്യത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം തുടർഭരണം എന്നത് CPMൻ്റെ വലിയ ലക്ഷ്യമാണ്. പിണറായി വിജയൻ സർക്കാരിന് വീണ്ടും ഒരു അവസരം കൂടി ലഭിക്കണമെന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യമായി കാണുന്നു. മാത്രമല്ല, രാജ്യത്ത് ഭരണത്തിലിരിക്കുന്ന ഏക സംസ്ഥാനം എന്ന നിലയിൽ ഈ ഭരണം സാധ്യമാക്കിയേ തീരുവെന്ന ദൃഢനിശ്ചയത്തിലാണ് CPM. അതുകൊണ്ടാണ് 22 ചോദ്യങ്ങളടങ്ങുന്ന ചോദ്യാവലിയുമായി ഏരിയ കമ്മിറ്റികളെ പാർട്ടി സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ഹാഷ്മി സൂചിപ്പിച്ച പോലെ 13ഉം 16ഉം ചോദ്യങ്ങളാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യമെന്ന് നമ്മൾ പറയുന്നത്. 13ാമത്തെ ചോദ്യമാണ് ഹാഷ്മി സൂചിപ്പിച്ച നമ്മുടെ ദൗർബല്യങ്ങൾ എന്തെല്ലാമായിരുന്നു. അത് സംഘടനാപരമായ ദൗർബല്യങ്ങളാണെങ്കിൽ 17ാമത്തെ ചോദ്യം പോളിംഗിന് ശേഷം നമ്മുടെ വിലയിരുത്തലും ഫലവും തമ്മിലുള്ള താരതമ്യം എന്താണെന്നാണ്. അതായത് പാർട്ടിയുടെ കണക്കുകൾ അപ്പാടെ തെറ്റുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടി കമ്മിറ്റികൾ നൽകുന്ന കണക്കൊന്ന്, പാർട്ടി സെക്രട്ടേറിയറ്റ് മറ്റും എത്തിച്ചേരുന്ന നിഗമനമൊന്ന്, എന്നാൽ സംഭവിക്കുന്ന ഫലം മറിച്ചൊന്നാവുന്നു എന്നത് കഴിഞ്ഞ കുറേ കാലമായി CPMനെ വേട്ടയാടുന്ന കാര്യമാണ്. അപ്പോൾ പാർട്ടിയുടെ കണക്കും പ്രതീക്ഷകളെ ഉയർത്തിപ്പിടിച്ചുള്ള കണക്കുകൾ മാത്രമാണ്, വസ്തുനിഷ്ഠ യാഥാർത്ഥ്യവുമായി യാതൊരുവിധ താരതമ്യവും അതിനില്ല എന്നാണ് പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ അടങ്ങുന്നതാണ്. ഏരിയ കമ്മിറ്റികൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അടിയന്തരമായി നൽകണമെന്നാണ് നിർദ്ദേശം. 27, 28, 29 തീയതികൾ നടക്കുന്ന CPMൻ്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഈ ഫലം വിശദമായി വിലയിരുത്തുമ്പോൾ ഈ ചോദ്യാവലികൾക്കുള്ള ഉത്തരവും പഠനവിധേയമാക്കും. അങ്ങനെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയീഭവിച്ചോ അല്ലെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായോ, ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ നിഗമനത്തിലെത്തുക എന്നാണ് ഇപ്പോൾ നേതൃത്വം പറയുന്നത്. ശ്രീത്ത്, ഇതിൽ പോളിംഗിന് ശേഷം നമ്മുടെ വിലയിരുത്തലും ഫലവും തമ്മിലുള്ള താരതമ്യം എന്നൊരു ചോദ്യം, 17ാം ചോദ്യം, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാര്യം നേരത്തെയൊക്കെ CPMന് കൃത്യമായി അത് സെൻസ് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എണ്ണം പറഞ്ഞുള്ള കണക്കടക്കം കൃത്യമായി എന്ത് സംഭവിക്കുന്ന അറിയാമായിരുന്നു. ഇക്കുറി അതുണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മലബാർ മേഖല, തെക്കൻ മേഖല, ശബരിമല വോട്ട് ഏത് രീതിയിൽ തെക്കൻ ജില്ലകളിൽ സ്വാധീനിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സെൻസിബിളായ വിവരങ്ങൾ മുകളിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ തിരിച്ചറിവിൽ നിന്നുണ്ടാവുന്ന ചോദ്യമല്ലേ ഈ താരതമ്യം പറയണം എന്ന ചോദ്യം? ശ്രീത്, ഹാഷ്മി, 13ാമത്തെ ചോദ്യമായ നമ്മുടെ ദൗർബല്യങ്ങൾ എന്തെല്ലാമാണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയാണ് ഈ 17ാമത്തെ ചോദ്യം. അതായത് ഫലവും നമ്മുടെ വിലയിരുത്തലും ഫലവും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത്. പണ്ട് ഇത്തരം പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങൾ നൽകുന്ന കണക്കുകൾ വളരെ കൃത്യമായിരുന്നു. ഓരോ പ്രദേശത്തെയും ആളുകൾ ആർക്കൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അത്രയ്ക്കധികം ഇഴയെടുപ്പം ജനങ്ങളുമായി പാർട്ടി ഘടകങ്ങൾക്ക്, പാർട്ടി നേതാക്കന്മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടി നൽകുന്ന കണക്ക് അപ്പടി തെറ്റുകയാണ്. പലപ്പോഴും 25,000, 30,000 വോട്ടിന് ഭൂരിപക്ഷം പ്രവചിക്കുന്നിടത്ത് 30,000 വോട്ടിന് തോൽക്കുന്ന സ്ഥിതി പലയിടത്തുമുണ്ട്. അങ്ങനെ കണക്കുകളും പ്രതീക്ഷകളും ഒക്കെ തന്നെ പലതവണ തെറ്റുന്നത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ചോദ്യം ചോദിക്കുന്നത്. അതിന് കാരണം സംഘടനാപരമായ ദൗർബല്യങ്ങൾ തന്നെയാണ് എന്ന് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഏതൊരു ഏരിയ കമ്മിറ്റിക്കും പറയാൻ കഴിയും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അടിസ്ഥാന വിഷയങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് കടന്നു എന്നുള്ള ഇടപെടൽ നടത്തുന്നില്ല എന്ന് തന്നെയാണ് എന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ശ്രീത്ത വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ പറയുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും ശബരിമല ബാധിച്ചിട്ടില്ലെന്നും ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ഭരണവിരുദ്ധ വികാരമില്ലെന്നും അടിസ്ഥാന വോട്ടുകൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോഴും ചില ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണ് ആ ചോദ്യാവലിയിൽ CPM. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.